മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇനി വരുന്ന 10th ലെവൽ എക്സാമുകൾക്ക് ഉപകാരമാവുന്ന രീതിയിലുള്ള പ്രീവിയസ് ഇയർ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 50ഓളം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവ എല്ലാം പ്രീവിയസ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടിയാണ് നമ്മൾ സെഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ചാണ് അഴീക്കോട് നിക്കൽ ബീച്ച്. രണ്ടാമത്, ഇവിടെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ഉത്തരം ബ്രസീലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ പെടാത്ത നദി ഏതാണ്? ഉത്തരം നർമ്മദയാണ്. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ പെടാത്ത നദി ഏതാണ്? പെടുന്ന നദി ഏതൊക്കെയാണ്? കൃഷ്ണ, കാവേരി, മഹാനദി. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ പെടാത്ത നദി ഏതാണെന്ന് ചോദിച്ചാൽ നർമ്മദ. പെടുന്ന നദി ഏതാണെന്ന്? കൃഷ്ണ, കാവേരി, മഹാനദി. അടുത്തത്, യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് വാസ്കോ ഡ ഗാമ. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് വാസ്കോ ഡ ഗാമ. ഓക്കെ. അടുത്തത്, മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 24ാം ഭേദഗതി. അപ്പം മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 24ാം ഭേദഗതി. ഇനി, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഉത്തരം ഗവർണർ. അടുത്തത്, താഴെ പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫിഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? അത് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. ആരാണ്? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. അപ്പൊ ആരൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫിഷ്യോ മെമ്പർ ആരൊക്കെയാണ്? വനിതാ കമ്മീഷൻ, പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ അങ്ങനെയാണ് കേട്ടോ. 9, കേരളത്തിൽ കളിമൺ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ് കുണ്ടറ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിമൺ നിക്ഷേപമുള്ള പ്രദേശം ഏതാണെന്ന് വെച്ചാൽ അത് കുണ്ടറയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിമൺ നിക്ഷേപമുള്ള പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് കുണ്ടറയാണ്. തനിമ കൃതികയാണ്. അപ്പോൾ തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപ്പിലാക്കുന്നവയാണ്? കൈത്തറി. അപ്പോൾ തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്നതാണ്? അത് കൈത്തറി. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? അക്കാമ ചെറിയാൻ. അപ്പൊ 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? അത് അക്കാമ ചെറിയാനാണ്. ഓക്കെ. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ്? തലശ്ശേരി. അപ്പൊ എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? അത് കരൾ. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? അത് കരൾ. ചുവടെ ചേർന്ന വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത് വസ്തു ഏതാണ്? അല്ലെങ്കിൽ വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബയോട്ടിൻ. അപ്പം വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ. ഓക്കെ. B9 ആണ് ഫോളിക് ആസിഡ്. ഓക്കെ. B1 തൈമിൻ, B2 റൈബോഫ്ലാവിൻ. ഡിസ്കസ് ചെയ്യാത് ലെസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകമാണ് ഏതെന്ന് പറയുന്നത്? ഓക്സിജൻ. ലെസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകമാണ് ഓക്സിജൻ. ഉത്തരേന്ത്യ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണ കാറ്റാണ് ഏതെന്ന് പറയുന്നത്? ലൂ. അപ്പൊ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഏതെന്ന് പറയുന്നത്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. ബംഗാളിൽ ദ്വിഭരണം ഡയാർക്കി നിർത്തലാക്കിയ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ്. അടുത്തത്, സമ്മതിദാന അവകാശം വിനിയോഗിക്കൽ ഭരണഘടന അനുസരിച്ച് എന്താണ്? അത് സമ്മതിദാന അവകാശം ഒരു മൗലിക അവകാശമാണോ? അല്ല. മൗലിക സ്വാതന്ത്ര്യത്തിൽ വരുന്നുണ്ടോ? ഇല്ല. നിയമം മൂലം നിർബന്ധിതമായ കടമയാണോ? അല്ല. നിയമം മൂലം നിർബന്ധിതമായ കടമ എന്നാണ് ചോദ്യം. അല്ല. ഇതൊന്നുമല്ല. ഉത്തരം ഇതൊന്നുമല്ല. ഓക്കെ. അടുത്തത്, കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം? 1972.
കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം 1972. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം കുറയും. അപ്പോൾ സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം കുറയും. ഓക്കെ. മെൻഡലിയഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക് മാസ്. ഓക്കെ. മെൻഡലിയഫ് ആണെങ്കിൽ അറ്റോമിക മാസ്. ഓക്കെ. ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് എക്കൽ മണ്ണ്. അപ്പൊ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് എക്കൽ മണ്ണ്. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയിത്ത നിർമ്മാർജ്ജനം. അപ്പൊ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയിത്ത നിർമ്മാർജ്ജനം. കേന്ദ്ര സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചി. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചി. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചി. ഓക്കെ. അടുത്തത് സാരഞ്ജിനി പരിണയം. സാരഞ്ജിനി പരിണയം ആരുടെയാണ്? സാരഞ്ജിനി പരിണയം അത് അയ്യത്താൻ ഗോപാലൻ. സാരഞ്ജിനി പരിണയം ആരുടെയാണ്? അയ്യത്താൻ ഗോപാലൻ. കെ ഫോൺ പദ്ധതി നമ്മൾ കേട്ടു തുടങ്ങിയ കാര്യമാണ്. കെ ഫോൺ പദ്ധതി വന്ന വർഷം ചോദിച്ച് പ്രീവിയസ് ഇയർ 2020-20. കെ ഫോൺ പദ്ധതി നിലവിൽ വന്ന വർഷം 2020-21. റിപ്പോ നിരക്ക് എന്നാൽ എന്താണ്? റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന പലിശയാണ് എന്ത് പലിശ? നിരക്ക്. റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന പലിശയാണ് എന്ത്? റിപ്പോ നിരക്ക്. ഓക്കെ. വിവരാവകാശ നിയമപ്രകാരം ശരി അല്ലാത്തത്. അപേക്ഷകന്റെ പേര് വെളിപ്പെടുത്തൽ നിർബന്ധമാണോ? അല്ല. വിവരാവകാശ നിയമപ്രകാരം ശരിയല്ലാത്തത് അപേക്ഷകന്റെ പേര് വെളിപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. അപ്പൊ അപേക്ഷകന്റെ പേര് വെളിപ്പെടുത്താതെ നമുക്ക് കാര്യങ്ങൾ നേടാൻ പറ്റും. അപ്പൊ വിവരാവകാശ നിയമപ്രകാരം ശരിയല്ലാത്ത അപേക്ഷകന്റെ പേര് വെളിപ്പെടുത്തൽ നിർബന്ധം. സൈനിക വിവരങ്ങൾ നൽകും ഇല്ല. തികച്ചും വ്യക്തിപരമായ വിവരങ്ങൾ നിഷേധിക്കൽ ആണോ? അത് നിയമപ്രകാരം ശരിയാണ്. അപ്പം അടുത്ത വിദേശ നാണയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകൽ ഒക്കെ. എന്നാൽ അപേക്ഷകന്റെ പേര് വെളിപ്പെടുത്തൽ നിർബന്ധമാണോ? അല്ല. ഫിഫ 2022 വേൾഡ് കപ്പ് ഗോൾഡൻ ബൂട്ട് ഇപ്പൊ 26 അടുത്ത വേൾഡ് കപ്പ് ഫുട്ബോൾ വരുന്നു. അതിന്റെ ചോദ്യം ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് കിലിയൻ എംബാപ്പെ. അപ്പൊ അവസാനം നടന്ന വേൾഡ് കപ്പ് ഫുട്ബോളിലെ 2022 വേൾഡ് കപ്പ് ഫുട്ബോളിലെ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ലഭിച്ച ആരാണ്? കിലിയൻ എംബാപ്പെ. ഫ്രാൻസുകാരനായ എംബാപ്പെ. ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ്? ഗ്രാമങ്ങളിൽ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കും. 2. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് വഹിക്കുന്നത്. സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നു. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇതിൽ ഉത്തരം ശരി 1ഉം 2ഉം മാത്രം. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഉറപ്പാക്കുന്നു. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. അടുത്തത് കേരള നിയമസഭ പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ വർഷം 1994. കേരള നിയമസഭ പഞ്ചായത്ത് രാജ് ആക്ട് പാസാക്കിയത് 1994 ഏപ്രിൽ 20. 1994 കേരള നിയമസഭ പഞ്ചായത്ത് രാജ് ആക്ട് നിയമം പാസാക്കിയത്. അടുത്തത് ബർദോളി സത്യാഗ്രഹം ബന്ധപ്പെട്ട പ്രസ്താവനയിൽ തെറ്റ് ഏത്? തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം ഇത് ഉത്തരം 4ാമത്തെ ഓപ്ഷനാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിലല്ല ബർദോളി സത്യാഗ്രഹം നടന്നത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലാണ്. നിയമലംഘന പ്രസ്ഥാനമായിരുന്നു. അതെ. നികുതി വർദ്ധിപ്പിച്ചതിനെതിരായിരുന്നു. കർഷക സമരമായിരുന്നു. ബർദോളി സത്യാഗ്രഹം നിയമലംഘന പ്രസ്ഥാനമായിരുന്നു. നികുതി വർദ്ധിപ്പിച്ചതിനെതിരെയാണ്. കർഷക സമരമായിരുന്നു. ക്ലിയർ ആയല്ലോ. ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഓപ്ഷൻ തെറ്റാണ്. അത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? അത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലായിരുന്നു. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനയുടെ ഭാഗമാണ് മൗലിക അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട മൗലിക അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട മൗലിക അവകാശം.
അക്വാറീജിയ എന്നതിന്റെ മിശ്രിതമാണ്. അക്വാറീജിയ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും മിശ്രിതമാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും ഒക്കെ ആണല്ലോ. സൂക്ഷിച്ചു നോക്കൂ, കവിത അല്ലാത്തത് എന്തുണ്ട് ഭൂമിയിൽ എന്നാണ്. എല്ലാത്തിലും കവിത ദർശിച്ച മഹാകവിയാണ് ഈ കുഞ്ഞിരാമൻ നായർ. ഈ കുഞ്ഞിരാമൻ നായർ. ഓക്കെ, അടുത്ത താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. പ്രസ്താവന 1. ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലെയുള്ള വളർച്ചകളാണ് വില്ലസ്. ഈ വില്ലസുകൾ ജലം, ലവണം എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു. അതെ, രണ്ടും ശരിയാണ്. ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള നേർത്ത വളർച്ചയാണ് വില്ലസുകൾ. ഈ വില്ലസുകൾ ജലം, ലവണം എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു. വില്ലസുകൾ ജലം, ലവണം എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു. ചെറുകുടലിലാണ് ഇത് കാണപ്പെടുന്നത്. അവിടെ കാണപ്പെടുന്ന വിരലുകൾ പോലെയുള്ള വളർച്ചകളാണ് വില്ലസുകൾ. അടുത്ത ക്വസ്റ്റ്യൻ. സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആരെയാണ്? മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർ. മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർക്ക് സ്നേഹക്കൂട് പുനരധിവാസ പദ്ധതി. പുനരധിവാസ പദ്ധതി ആർക്ക്? മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു അത് ഭേദമായവർ. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഉപരിതലത്തിൽ നിന്ന് ഉള്ളിലേക്ക്, ഉപരിതലത്തിൽ നിന്ന് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ക്രമീകരിക്കുക. ഉപൽക്കം, മാൻഡിൽ, പുറങ്കാമ്പ്, അകക്കാമ്പ്. ഉപൽക്കം, മാൻഡിൽ, പുറങ്കാമ്പ്, അകക്കാമ്പ്. ഉപൽക്കം, മാൻഡിൽ, പുറങ്കാമ്പ്, കാമ്പ്. അപ്പൊ അതായത് അകക്കാമ്പ്. ഓക്കെ, ഉപൽക്കം, മാൻഡിൽ, പുറങ്കാമ്പ്, അകക്കാമ്പ്. ഉപൽക്കം, മാൻഡിൽ, പുറങ്കാമ്പ്, അകക്കാമ്പ്. അടുത്ത നോക്കിക്കോ. ഈ ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കരുമാടിക്കുട്ടൻ സ്മാരകം അത് ആലപ്പുഴയിലാണ്. ചന്ദ്രഗിരി കോട്ട കാസർഗോഡാണ്. പുനലൂർ തൂക്കുപാലം കൊല്ലത്താണ്. വാഗമൺ ട്രാജഡി സ്മാരകം ആലപ്പുഴ തിരൂരാണ്. ക്ലിയർ ആയല്ലോ. അടുത്തത് 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർ. 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർക്ക്. അടുത്തത് അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ ബോധവൽക്കരണം നൽകുന്നതിന് അഗ്നിരക്ഷാസേന അതിഥി തൊഴിലാളികൾ സുരക്ഷാ ബോധവൽക്കരണം. അതിഥി തൊഴിലാളികൾക്ക് രക്ഷാബോധവൽക്കരണം അഗ്നിരക്ഷാസേന കേരള ഫയർഫോഴ്സ് കൊടുക്കുന്ന സുരക്ഷ. അതിഥി തൊഴിലാളികൾക്ക് രക്ഷാബോധവൽക്കരണം അഗ്നിരക്ഷാസേന കൊടുക്കുന്നതാണ് സുരക്ഷ. ഫാൽക്കൺ 9 വിക്ഷേപം എന്നാണ് നിശ്ചയിച്ചത്? ക്വസ്റ്റ്യൻ ആണ്. 2025. ഫാൽക്കൺ 9 വിക്ഷേപണം എന്നാണ് നിശ്ചയിച്ചിരുന്നത്? 2025 ജൂൺ 5. സമാധാന നോബൽ ലഭിച്ചത് ആർക്കാണ് ലഭിച്ചത്? നർഗീസ് മുഹമ്മദി. സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നർഗീസ് മുഹമ്മദി. 2025 ഹരിവരാസനം പുരസ്കാരം ഹരിയാണ്. അപ്പൊ 2025 ഹരിവരാസനം പുരസ്കാരം അർഹനായ ഗാനരചയിതാവാണ് കൈതപ്പുറം. 2025 ഹരിവരാസനം പുരസ്കാരം കൈതപ്പുറം. 2020 ഹരിവരാസനം പുരസ്കാരം